ഏതോ നിനക്ക് എന്നെക്കാട്ടി നല്ലൊരു പെൺകുട്ടിയെ കിട്ടും. നീ എൻ്റെ അവസ്ഥ മനസ്സിലാക്കണം. ഈ കൊല്ലം കല്യാണം നടന്നില്ലെങ്കിൽ ഞാൻ മരിച്ചു പോവാന്ന് ഉൽപ്പലാഷൻ ജ്യോത്സ്യം പറഞ്ഞു. നീ പറ, ഞാൻ മരിക്കണോ? ഓ, ഈ അഭിനയം മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ടല്ലോ, എന്നെ കൊണ്ടൊന്നും പറ്റൂല. നീ എന്താ വിചാരിച്ച ഞാൻ വെറും ഉണ്ടാക്കലാണ്? നിനക്കെന്നെ വിശ്വാസമില്ലേ? ഏതു മോളൂസിന് എന്തിനാ ഞാൻ വിശ്വസിക്കുന്നേ? എടി, രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരം ഓരോ അരമണിക്കൂർ കൂടുമ്പോൾ പിന്നെ രാത്രി മിനിമം 3 മണിക്കൂറെങ്കിലും ഞാൻ വിളിച്ചില്ലെങ്കിൽ എൻ്റെ തലയിൽ കയറി താണ്ഡവം ആടിക്കൊണ്ടിരുന്ന നീ ഇപ്പൊ ഞാൻ എപ്പോൾ വിളിച്ചാലും തിരക്കിലാണ്, അല്ലെങ്കിൽ ഫോൺ ബിസിയാണ്. ചോദിച്ചാൽ പറയും അത് ഞാൻ വിശ്വസിക്കണോ? പോട്ടെ, ഞാൻ വാങ്ങിച്ചെന്ന് 15,000 രൂപയുടെ ഫോൺ പകരമായിട്ട് 1,00,000 രൂപയുടെ ഐഫോൺ, അതും ആര്? നിന്റെ തന്ത ലോക എച്ചിയും പരമദരിദ്രവാസിയായ തോർത്തുമാരെ വാങ്ങിച്ചെന്ന് പറഞ്ഞ് ഞാൻ വിശ്വസിക്കണോ? ഒക്കെ പോട്ടെ, ഒരു പണിയില്ലാതെ വീട്ടിൽ ചൊറിയും കുത്തിയിരുന്ന് നിന്നോട് 1000 തവണ പറഞ്ഞിട്ട് ഏതെങ്കിലും കോഴ്സിന് പോകാൻ. അന്നൊന്നും എൻ്റെ വാക്കിന് വകവയ്ക്കാത്ത നീ ഇപ്പോൾ ഓൺലൈൻ അറബി ക്ലാസ്സിന് പോയിരിക്കുന്നു. ചോദിച്ചപ്പോൾ നീ എന്താ പറഞ്ഞേ? അറബി സീരിയൽ കാണാനാണെന്നല്ലേ? എടി, ഞാനെല്ലാം അറിഞ്ഞടി. കഴിഞ്ഞ മാസം ഒരു കുവൈറ്റുകാരൻ നിന്നെ പെണ്ണ് കാണാൻ വന്നതും ഈ വർഷം അവസാനം നിന്റെ കല്യാണം ഉറപ്പിച്ചതും ഒക്കെ അറിഞ്ഞു. മാഡത്തിൻ്റെ ഈ തള്ളവിടം വരെ പോകുന്ന അറിയാൻ വേണ്ടി എത്ര തന്നെ വെയിറ്റ് ചെയ്തത്. എൻ്റെ ഇത്ര സ്ഥിതിക്ക് ഒരു കാര്യം കൂടെ അറിഞ്ഞു, ഞാൻ അടുത്ത മാസം UK-ലോട്ട് പോവാം. അതെ, അന്തസ്സായിട്ട് പഠിക്കാനും അവിടെ തന്നെ ജോലി വാങ്ങിക്കാനും. യൂണിവേഴ്സിറ്റി സ്റ്റഡി വരെ ഞാൻ പോകുന്നത്. ഗ്ലോബലി റാങ്ക്ഡ് യൂണിവേഴ്സിറ്റികൾ ഒന്നിൽ എനിക്ക് ഇഷ്ടപ്പെട്ട കോഴ്സ് വിത്ത് സ്കോളർഷിപ്പ്, പിന്നെ പാർട്ട് ടൈം ജോബ് ആണെങ്കിൽ അതും ഒരു സെറ്റാക്കി തരും. എല്ലാത്തിനും ഉപരി പോസ്റ്റ് സ്റ്റഡി വർക്ക് ചെയ്യും. പിന്നെന്ത് വേണം? ഞാൻ അവിടെ തന്നെ സെറ്റിൽ ആവാൻ തീരുമാനിച്ചു. നീ നിർബന്ധിച്ചാ ഞാൻ നിന്നെ തന്നെ കല്യാണം കഴിക്കാം. ശരിക്കും ഞാൻ നിർബന്ധിക്കുന്നില്ല. നിനക്ക് എന്നെക്കാളും നല്ലൊരു പയ്യനെ കിട്ടും. പാവപ്പെട്ട വീട്ടിലെ പയ്യൻ, പാവങ്ങളുടെ വീട്ടിലെ പയ്യൻ, പാതിചാരം പൂക്കണ പയ്യൻ, പാവം.